കാന്താരയുടെ രണ്ടാം ഭാഗം തിയേറ്ററുകളിൽ എത്തിയതിന് പിന്നാലെ ലഭിക്കുന്നത് മികച്ച പ്രതികരണങ്ങൾ. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം 500 കോടി രൂപ കടന്നിരിക്കുകയാണ്. സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരുന്ന കാന്താരയുടെ രണ്ടാം ഭാഗം തിയേറ്ററുകളിൽ എത്തിയതിനു പിന്നാലെ മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. 2022 സെപ്റ്റംബർ 30 പാൻ ഇന്ത്യൻ റിലീസായി എത്തിയ കാന്താരയുടെ ആദ്യ ഭാഗം ഇന്ത്യൻ സിനിമയിൽ തന്നെ കോളിളക്കം സൃഷ്ടിച്ച ചിത്രമാണ്. ആദ്യ ഭാഗത്തിലെ ഗംഭീര വിജയം നേടാനായതിനാൽ തന്നെ രണ്ടാം ഭാഗത്തിലും പ്രേക്ഷകർ ആ പ്രതീക്ഷ കാത്തുസൂക്ഷിച്ചിരുന്നു. ആ പ്രതീക്ഷകൾ വിഫലമായില്ല എന്ന് തന്നെയാണ് തിയേറ്ററുകളിൽ നിന്നും ലഭിക്കുന്ന പ്രതികരണങ്ങൾ. അമ്പരപ്പിക്കുന്ന മേക്കിംഗ് കൊണ്ട് വിസ്മയിപ്പിക്കുന്നതാണ് സിനിമയെന്ന് ആരാധകർ പറയുന്നു. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഞെട്ടിക്കുന്ന കളക്ഷൻ തന്നെയാണ് ചിത്രം നേടുന്നത്. 590.25 കോടി രൂപയാണ് സിനിമ ഇതുവരെ ആഗോളതലത്തിൽ നിന്ന് നേടിയിരിക്കുന്നത്. കേരളത്തിൽ നിന്നും 33.14 കോടിയാണ് ചിത്രം സ്വന്തമാക്കിയത്. ബോളിവുഡിലെയും തെലുങ്കിലെയും ചില വമ്പൻ സിനിമകളുടെ കളക്ഷനും കാന്താര മറികടന്നിട്ടുണ്ട്. സൽമാൻ ഖാൻ ചിത്രമായ സിക്കന്ദർ, ശങ്കർ ചിത്രമായ ഗെയിം ചേഞ്ചർ എന്നിവയാണ് കാന്താര മറികടന്ന ചിത്രങ്ങൾ. ഇങ്ങനെ പോവുകയാണെങ്കിൽ കാന്താര 1000 കോടി നേടുമെന്ന് തന്നെയാണ് സിനിമ അനലിസ്റ്റുകൾ പറയുന്നത്. ആദ്യ ദിവസം ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ നിന്ന് 61.85 കോടി രൂപ സിനിമ നേടിയെന്നാണ് വിവരം. കന്നഡയിൽ നിന്ന് 19.6 കോടിയും തെലുങ്കിൽ നിന്ന് 13 കോടിയും ഹിന്ദിയിൽ നിന്ന് 18.5 കോടിയും തമിഴിൽ നിന്ന് 5.5 കോടിയും മലയാളത്തിൽ നിന്ന് 5.25 കോടിയുമാണ് ചിത്രം അന്ന് നേടിയത്. 16 കോടി രൂപ ബജറ്റിൽ ഇറങ്ങിയ കാന്താര 400 കോടിയാണ് ആഗോള കളക്ഷനായി നേടിയത്. അങ്ങനെ ലോകവ്യാപകമായി പ്രശംസ നേടിയ ചിത്രത്തിന് രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് അണിയറ പ്രവർത്തകർ അന്നു തന്നെ വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒക്ടോബർ 2 ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത്. കാന്താര ചാപ്റ്റർ 1 ഹോംബാലെ ഫിലിംസ് നിർമ്മിക്കുന്ന ഏറ്റവും വലിയ സിനിമാറ്റിക് പദ്ധതികളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. 125 കോടി മുടക്കിയാണ് കാന്താര നിർമ്മിച്ചത്. കർണാടകയിലെ കടമ്പന്മാരുടെ ഭരണകാലത്തിന്റെയും ചരിത്ര സംഭവങ്ങളുടെയും ദൃശ്യാവിഷ്കാരമാണ് കാന്താരയിലുള്ളത്. നടനും സംവിധായകനുമായ ഋഷഭ് ഷെട്ടി തന്നെയാണ് പുതിയ ചിത്രത്തിലും കേന്ദ്ര കഥാപാത്രമായി എത്തിയത്. കന്നഡ, ഹിന്ദി, തെലുങ്ക്, മലയാളം, തമിഴ്, ബംഗാളി, ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിലായാണ് ചിത്രം ഒരേ സമയം എത്തിയത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.